മനുഷ്യക്കടത്തിൽ രാജ്യവ്യാപക റെയ്ഡുമായി CBI. തിരുവനന്തപുരമടക്കം രാജ്യത്തെ 7 നഗരങ്ങളിലാണ് റെയ്ഡ്. 50 ലക്ഷം രൂപയും നിർണായക രേഖകളും കണ്ടെടുത്തു. ഡൽഹി, മുംബൈ, അംബാല, ചണ്ഡീഗഡ്, മധുര, ചെന്നൈ നഗരങ്ങളിലും റെയ്ഡ് നടത്തിയിട്ടുണ്ട്. ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഷഫീദ്, തിരുവനന്തപുരമടക്കം രാജ്യത്തെ 7 നഗരങ്ങളിലാണ് റെയ്ഡ് നടത്തിയിരിക്കുന്നത്. തിരുവനന്തപുരത്ത് എവിടെയൊക്കെയാണ് റെയ്ഡ് നടത്തിയിരിക്കുന്നത്? ഇതിന്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? പ്രവിത, മാർച്ച് 6-ാം തീയതി CBIക്ക് ലഭിച്ച വിവരത്തിന്റെയും ഒരു കേസിന്റെയും അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ രാജ്യവ്യാപകമായിട്ടുള്ള റെയ്ഡിലേക്ക് CBI കടന്നിട്ടുള്ളത്. തിരുവനന്തപുരം അടക്കം രാജ്യത്തെ 7 നഗരങ്ങളിലാണ് CBI ഇപ്പോൾ റെയ്ഡ് നടത്തുന്നത്. തിരുവനന്തപുരത്ത് ഈ തകരപ്പറമ്പ് ഭാഗത്താണ് റെയ്ഡ് നടത്തുന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. പക്ഷേ വളരെ രഹസ്യാത്മകമായ സ്വഭാവം ഇക്കാര്യത്തിൽ CBI സൂക്ഷിക്കുന്നുമുണ്ട്. യുവാക്കൾക്ക് തൊഴിൽ വാഗ്ദാനം നൽകി മനുഷ്യക്കടത്ത് നടത്തുന്നു എന്ന കണ്ടെത്തലിനെ തുടർന്നാണ് CBI റെയ്ഡ് ഇപ്പോൾ നടത്തുന്നത്. യുവാക്കളെ സോഷ്യൽ മീഡിയ വഴിയാണ് ആകർഷിക്കുന്നത്. റഷ്യയിൽ ജോലി വാഗ്ദാനം ചെയ്താണ് ഇത്രയും വലിയ തട്ടിപ്പ് നടത്തിയത്. കടത്തുന്ന യുവാക്കളെ യുക്രൈൻ യുദ്ധഭൂമിയിൽ വിന്യസിക്കുന്നതായും കണ്ടെത്തൽ CBI സംബന്ധിച്ചിട്ടുണ്ട്. അതിന്റെ ചില രേഖകൾ CBI ഇപ്പോൾ പിടിച്ചെടുത്തിട്ടുണ്ട്. റെയ്ഡിൽ കണ്ടെത്തിയ 50 ലക്ഷം രൂപയും നിർണായക രേഖകളും ഇതിനോടകം തന്നെ CBI സീൽ ചെയ്തിട്ടുണ്ട്. തിരുവനന്തപുരം കൂടാതെ ഡൽഹി, മുംബൈ, അംബാല, ചണ്ഡീഗഡ്, മധുരൈ, ചെന്നൈ നഗരങ്ങളിലും റെയ്ഡ് പുരോഗമിക്കുകയാണ്. നിലവിൽ ഇപ്പോൾ ഈ പുരോഗമിക്കുന്ന റെയ്ഡിന് പുറമെ വരും ദിവസങ്ങളിലും രാജ്യവ്യാപകമായ മറ്റു ചില സ്ഥലങ്ങളിൽ കൂടി റെയ്ഡ് നടത്താൻ CBI ആലോചന നടത്തുന്നുമുണ്ട്. പ്രവിധ. ശരി, ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത്.